യോഗപ്രകാരമുള്ള ബിസിനസ്സുകാരൻ കർത്താവിൻ്റെ കൃപയാൽ ദൈവം തന്ന ആ ക്രമീകരണം കൊണ്ട് നല്ലൊരു വീട് വെച്ചു. അതോടൊപ്പം തന്നെ ഇത് എൻ്റെ ചിന്ത, ഒരു സ്വിമ്മിംഗ് പൂൾ പണിയാനായിരുന്നു ഞാൻ എൻ്റെ അടിത്തറ ഇട്ട്. ആ സമയത്താണ് ദൈവം എൻ്റെ ദർശനം മാറ്റിക്കളഞ്ഞു. എന്നെ മാറ്റുകയാ. ഇത് വചനം പ്രസംഗിച്ചുണ്ടാക്കിയ വീടൊന്നുമല്ല. ശ്രദ്ധിക്കുക, ഒരു ബിസിനസ്സുകാരനായിരുന്നപ്പോൾ പണിതാ. അതിനുശേഷം ഇതിൻ്റെ ഒരു സ്വിമ്മിംഗ് പൂളായിരുന്നു ഈ ഭാഗം. അടിസ്ഥാന സ്വിമ്മിംഗ് പൂളിന് വേണ്ടി പൊങ്ങി. അപ്പോൾ ദൈവം എന്നെ ദർശനം മാറ്റി കൂടുതൽ ബിസിനസ് വിട്ട് ദൈവികപാതയ്ക്കായി. സ്തോത്രം. അങ്ങനെ സ്വിമ്മിംഗ് പൂൾ അടിസ്ഥാനവും പൊങ്ങിയത് ധ്യാനകേന്ദ്രമാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. അന്ന് ദൈവം എനിക്ക് തന്ന വചനമാണ്. ഞാൻ രാത്രി കിടക്കുക, പാറ ജനിക്കുക എങ്ങനെയാന്ന് പറഞ്ഞേ, പാറ. ഞാൻ ഇവിടെ ഈ ദർശനം കിട്ടി മുന്നോട്ടേക്ക് പോരുമ്പോൾ ഈ പരിസരത്തൊന്നും ക്രിസ്ത്യാനികളില്ല. ഞാൻ കണ്ടിട്ടുണ്ട് 2 ക്രിസ്ത്യാനി ഇവിടെ വരണമുണ്ട്, ദൂരെ കണ്ടു വരണമുണ്ട്. പക്ഷെ 2 പേരും തിരിഞ്ഞു പോലും നോക്കത്തില്ല. അതിൽ ഒരാൾ വഴക്കിട്ട് പോയി ചുമ്മാ വന്നിട്ട്. ഓക്കെ. പിന്നെ ദൂരെയുള്ള കുറച്ച് ക്രിസ്ത്യാനികൾ വന്നിട്ട് പേടിപ്പിച്ചിട്ട് പോയി. എങ്ങനെ നടത്തും, എന്തു ചെയ്യും, നടക്കാമോ, സഹകരിക്കാമെന്ന് പറഞ്ഞവർ പലരും ആ സമയമായപ്പോൾ പിന്മാറി. പക്ഷേ ഇങ്ങനെയെല്ലാം മുന്നോട്ടേക്ക് പോയപ്പോൾ ദൈവം എനിക്കൊരു ദർശനം തന്നു. ഇത് ആരംഭിച്ച് ഇതിൻ്റെ പേരാണ് പാറ എന്ന് പറയും വചനം. ഞാൻ ഉറങ്ങുക. ആ സമയത്ത് ഞാൻ സ്വപ്നം കാണുകയാണ്. എൻ്റെ വിവാഹം നടക്കുന്നു. എനിക്ക് ഓൾറെഡി ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. വിവാഹം നടക്കുക. അന്ന് ഒരു കുഞ്ഞേ ഉള്ളൂ. ആ സമയത്ത് ഇപ്പം 2 കുഞ്ഞുങ്ങളുണ്ട്. വിവാഹം നടക്കുക. അപ്പോൾ എൻ്റെ ഭാര്യ ഷീബയാണ് എന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ ഓടി നടക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവർക്ക് ഒരു പ്രശ്നമില്ല എന്നെ രണ്ടാമത് കല്യാണം കഴിപ്പിച്ചു വിടാനായിട്ട്. ഞാൻ ആ സമയം സ്വപ്നം കണ്ട് എഴുന്നേറ്റു. കർത്താവേ, ഞാൻ എന്താ ഇനിയും കല്യാണം കഴിക്കണം, എന്താ ചെയ്യണ്ടേ? അപ്പോൾ ആ സ്വപ്നത്തിൽ കല്യാണത്തിന് പോകാൻ വേണ്ടി ഞാൻ നമ്മളുടെ ഇപ്പോഴത്തെ ധ്യാനകേന്ദ്രത്തിൻ്റെ ആ മുറ്റത്ത് നിന്ന് ഒരു വെള്ള അംബാസഡർ കാറിന് ഹോൺ അടിക്കുകയാണ്. ഈ ഹോൺ അടിക്കുന്ന സമയത്ത് വെള്ളയും ധരിച്ച ധാരാളം ആളുകൾ ആ സൈഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കല്യാണത്തിന് പോകാനായിട്ട്. ഞാൻ ഉടനെ എഴുന്നേറ്റു. കർത്താവോട് ചോദിച്ചു, കർത്താവേ, ഇതെന്തുവാ? ഞാൻ ഇനിയും കല്യാണം കഴിക്കണോ? ഞാൻ എന്താ ചെയ്യണ്ടേ? ഉടനെ കർത്താവ് ഹൃദയത്തിൽ ഒരു വചനം അങ്ങോട്ട്, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 9-ാം വാക്യം എടുത്ത് വായിക്കാൻ പറഞ്ഞു. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നേ: കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് എൻ്റെ കല്യാണമല്ല, എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ആ അംബാസഡർ കാറിന്റെ ഹോൺ അടിക്കുക. ദൈവത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അനേകരെ കല്യാണത്തിന് കൊണ്ടുപോകാനായിട്ട് ഇവിടെ കൊണ്ടുവരിക, ഒരുക്കാനുള്ള സ്ഥലമായത്. സ്തോത്രം. ഇതാണ് പാറ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ പാറ ഉണ്ടോ, പിന്നെ യൂണിവേഴ്സിലെ ഒരു ശക്തിക്കും, പാറ കിട്ടിയ കുഞ്ഞെ നീ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഈ പരിസരത്തെങ്ങും ഒരു ക്രിസ്ത്യാനികളില്ല. ആളുകൾ ഒന്ന് ചോദിച്ച കാര്യം, നിങ്ങൾ എങ്ങനെയാണ് നടത്തും? ചുറ്റും അന്യജാതിക്കാരായിട്ട് നടത്തുമോ, സമ്മതിപ്പിക്കുമോ? മാത്രമല്ല ഇവിടെ നടത്തിയാൽ നിങ്ങൾക്ക് ആത്മാക്കളെല്ലാം കിട്ടുമോ? പല പല ചോദ്യങ്ങളുമായിട്ടാണ് കടന്നു പോകുന്നത്. ആ സമയത്ത് സഹകരിക്കാമെന്ന് പറഞ്ഞവരൊക്കെ അങ്ങ് പിന്മാറുകയും ചെയ്തു. ആ സമയത്ത് എനിക്കറിയൂടാ, നിൽക്കാൻ ഞാൻ തയ്യാറായിരുന്നു. നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരല്പം ചഞ്ചലിപ്പൊക്കെ വന്ന് എന്ത് ചെയ്യണം? അപ്പോൾ പ്രിയ പൗലോസ് പുറയിലിരിക്കുന്നുണ്ട്. ഇപ്പോൾ ദൈവം അദ്ദേഹത്തെയാണ് ഇവിടുത്തെ ചുമതല ലഭിച്ചത്. അദ്ദേഹം പോലും അറിയാതെ ഒരു വചനം അദ്ദേഹത്തിൻ്റെ വായിലൂടെ കടന്നു വന്നു. ആ സമയത്ത് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ആ വചനം എന്നെ വീണ്ടും ഉറപ്പിച്ചു. അവിടെ നിൽക്കുവാനിടയായി. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഈ ഏരിയകളിൽ എങ്ങും ഒരു ക്രിസ്ത്യാനികൾ ഇല്ലാത്തപ്പോൾ എല്ലാ മാസവും 10-നും 25-നും ഇടയ്ക്ക് ആളുകൾ ഇവിടെ സ്നാനപ്പെടാൻ കൈപൊക്കും. സ്തോത്രം. ഈ പരിസരത്തെങ്ങും ഒരു ക്രിസ്ത്യാനികളും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം.
ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നൊരു ദർശനം കിട്ടി, ഒരു പാറ കിട്ടി നമ്മൾ തുടങ്ങുന്നുവെങ്കിൽ, സ്തോത്രം, റിസൾട്ട് ഉറപ്പാ. സാഹചര്യം കണ്ണുകൊണ്ട് കാണുന്ന നമ്മൾ നോക്കണ്ട, ദൈവം തന്നിരിക്കും. ദൈവത്തിന്റെ ഡ്യൂട്ടി അത് തരിക എന്നുള്ളത്. സ്തോത്രം. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പാറ കിട്ടിയോ നീ പ്രവർത്തിക്കുക. സ്തോത്രം. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ പാറയുണ്ട് എങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് കടന്നു പോകാം. ഇനി എബ്രായ ലേഖനം 10:13 പറയുന്ന കാര്യം, എൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കുവോളം. അപ്പൊ എൻ്റെ പാദപീഠം എന്ന് വെച്ചാൽ ആരാ? സഭയുടെ പാദപീഠം. സഭയുടെ പാദപീഠം വെച്ചാൽ ആരുടെ പാദപീഠമാ? വ്യക്തിപരമായി പറ, എൻ്റെ പാദപീഠം, എൻ്റെ പാദപീഠം, എൻ്റെ പാദപീഠം. പേടിയുണ്ടല്ലേ? എൻ്റെ പാദപീഠം. അപ്പൊ പിശാചിനെ പാദപീഠം ആക്കണമെങ്കിൽ പിശാചിനോട് എന്തുണ്ട്? കർത്താവ് നമ്മളോട് പറഞ്ഞു, പിശാച് നിങ്ങളെ തോൽപ്പിക്കരുത്. അതിന്റെ അർത്ഥം പിശാചിനെ നമ്മളെ തോൽപ്പിക്കാം. മനസ്സിലാവുന്നുണ്ടോ? പിശാചിനെ നമ്മളെ തോൽപ്പിക്കാം. അപ്പൊ നമ്മൾ യുദ്ധം ചെയ്യാൻ തയ്യാറൊന്നുമല്ല എങ്കില് പിശാച് എന്ത് ചെയ്യും? നമ്മളെ തോൽപ്പിക്കും. നമ്മൾ ഒളിച്ചിരിക്കുന്നവരാണെങ്കിലോ പിശാച് നമ്മളെ ഓടിച്ചിട്ട് പിടിക്കും. മനസ്സിലായോ? നമ്മൾ പലരും പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നവരാ, അല്ലേ? ശരിയല്ലേ? എന്നോട് നുണയൊന്നും പറയണ്ട. രക്ഷപ്പെടാൻ നോക്കുന്നവരല്ലേ? ഇല്ലേ? ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്നവരാ. ഒളിച്ചിരിക്കാൻ രക്ഷപ്പെടാൻ നോക്കുന്നവരെ എങ്ങനെ ജയിക്കാനാ? സ്തോത്രം. കർത്താവിന്റെ വചനം പറയാ, നിങ്ങൾക്ക് പോരാട്ടം ഉണ്ട്. നിങ്ങൾ ഇവിടെ പിശാചിന്ന് ഒളിച്ചിരുന്ന അന്നമ്മയോടും ചിന്നമ്മയോടും തങ്കച്ചനോടും അല്ല പോരാടണ്ടേ. അന്നമ്മയും ചിന്നമ്മയും തങ്കച്ചനെ സ്നേഹിച്ചിട്ട് ഡയറക്റ്റ് പിശാചിനോട് എതിരിടുക. എൻ്റെ ആയുധങ്ങൾ നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്, എൻ്റെ സർവായുധ വർഗം തന്നിട്ടുണ്ട്, അത് ധരിക്കുക, നീ പോരാടുക. സ്തോത്രം. നിനക്ക് ഒരു ലാൻഡ് പിടിച്ചെടുക്കാനുണ്ട്. ഏത് ലാൻഡാ? ആദം കൊടുത്തില്ലേ, അത് തിരിച്ചെടുക്കണം. ഒന്നാം ആദം നഷ്ടപ്പെടുത്തിയെങ്കിൽ രണ്ടാം ആദത്തിന്റെ നിറത്തിലുള്ള നിങ്ങൾ തന്നെ വേണം തിരിച്ചെടുക്കാൻ. സ്തോത്രം. അതിന് ദൈവം വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ വേണം തിരിച്ച് എടുക്കുവാൻ. വായിച്ചാട്ടെ, കൊളോസ്യ ലേഖനം 3:1 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, എങ്കിൽ കാരണം ഒന്നാമത്തെ പാർട്ടിൽ പങ്കാളികളായി സഭയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. എന്തോ ഈ പർട്ടിക്കുലർ സ്ഥലത്തിന്റെ പ്രത്യേകത? ഭൂമിയിലെ എറണാകുളത്തുള്ളതും കോട്ടയത്തുള്ളതും ദുബായിലുള്ളതും അന്വേഷിക്കാനല്ല പറഞ്ഞേ. ഒരു പർട്ടിക്കുലർ സ്ഥലം പറഞ്ഞിട്ട് ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത്. അപ്പൊ അവിടെ എന്തോ നടക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അവിടെ എന്തോ നടക്കുന്നില്ലേ? അവിടെ വല്ല നടക്കുന്നുണ്ടോ? എന്താ നടക്കുന്നേ? അവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഇതാണ് പർപ്പസ്. 110 സങ്കീർത്തനത്തിന്റെ 1 വാക്യം. ഈ വചനത്തിന്റെ പർപ്പസ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിതാവ് പുത്രനോട് പറയുകയാണ്, കർത്താവ് തന്റെ കർത്താവിനോട് പറയുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. സ്തോത്രം. ഇതാണ് ക്രിസ്തു ഈ ചെയ്യുവാനുള്ള ക്രിസ്തുവിന്റെ ഡ്യൂട്ടി. അതിൽ ക്രിസ്തുവിന്റെ പാർട്ട് ചെയ്തിട്ട് ക്രിസ്തു അങ്ങ് മാറി. ഇനി നമ്മളുടെ പാർട്ടാ ബാക്കിയുള്ളത്. നമ്മളോട് ഏതന്വേഷിക്കാനാ പറഞ്ഞേ? ഉയരത്തിൽ. ഇപ്പൊ അവിടെ എന്താ നടക്കണേ? ഈ വലതുഭാഗത്ത്
അവിടുത്തെ പ്രവൃത്തി അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എന്ത് പ്രവൃത്തി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അന്നൊരു വായിച്ച ആ വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ യേശുവിന്റെ പ്രവൃത്തിയാൽ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം അന്വേഷിക്കുകയാണ്. താഴേക്ക് വായിച്ചേ. ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും. ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. അവിടെ എന്തോ നടക്കുന്നുണ്ട്. എന്താണ് നടക്കണം? 110 നമ്മൾ എന്താ വായിച്ചേ? മൈക്കിലൂടെ ഒന്ന് വായിച്ചു. 110 ഒന്നൊന്ന് വായിച്ചേ. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. അപ്പോൾ എന്ത് പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കണേ? ദൈവം, പിതാവായ ദൈവം യേശു ക്രിസ്തുവിന്റെ ശത്രുക്കളെ, യേശുവിന്റെ പാദപീഠം എന്ന് പറഞ്ഞാൽ ഇപ്പോ യേശുവിന്റെ സഭയുടെ പാദപീഠം. മനസ്സിലായോ? നമ്മൾ ഓൾറെഡി ഹെബ്രായ ലേഖനത്തിൽ വായിച്ചു. കർത്താവ് പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരം നടത്തി, പിശാചിനെ തോൽപ്പിച്ചു കഴിഞ്ഞു, തന്റെ വ്യക്തിപരമായി താൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോ ഈ കാര്യം പൂർത്തിയാകുവാൻ തക്കവണ്ണം കാത്തിരിക്കുകയാണ്. സ്തോത്രം. നമുക്ക് വേണ്ടി അവിടെ പക്ഷം പിടിച്ചു വാദിച്ചുകൊണ്ട് കാത്തിരിക്കുകയാ. ഇപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? പാദപീഠമാക്കണം. ഈ പാദം എന്ന് പറഞ്ഞ ആരാ? നമ്മൾ ഓരോരുത്തരും പാദപീഠമാക്കണം. അപ്പോ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനാ കർത്താവിന്റെ വചനം പറയുന്നേ. ഇവിടുന്ന് കിട്ടുന്നില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേ. നിങ്ങൾ ഇവിടെ എന്ത് തിന്നെ, എന്ത് കുടിക്കുക, എന്തുടുക്കും, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ? ഇപ്പോ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. ഉയരത്തിൽ ചില പ്രൊജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. ആ പ്രൊജക്റ്റിൽ പണിയെടുക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് നമ്മൾ അതിൽ പ്രവർത്തിക്കുവാനുള്ള പ്രവൃത്തി നാം ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. അതാണ് ദൈവ ഇഷ്ടം. അത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കണം. വായിച്ചേ റോമൻസ് 16:20. ശ്രദ്ധിച്ചേ. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴ്. യേശുവിന്റെ കാൽ കീഴിൽ ആണോ? ഇല്ല, നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും സമാധാനത്തിന്റെ ദൈവം. സ്തോത്രം.